بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ കാഫിറൂനാണ് വിശദീകരിച്ചത്. ഇന്ന് സൂറത്തുൽ കൗസർ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ കാഫിറൂൻ വിശദീകരിച്ചപ്പോൾ നമ്മൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അനാ ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഇതാണ് നമ്മൾ വിശദീകരിച്ചത്. അതിൽ നമ്മൾ ആയത്തുകൾ ആവർത്തിച്ച് വന്നതിൻ്റെ പൊരുൾ എന്താന്ന് പറഞ്ഞു. അതേപോലെ അൽ കാഫിറൂൻ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്തെന്ന് പറഞ്ഞു. ലക്കും ദീനുക്കും വലിയ ദീൻ എന്നതിൻ്റെ താല്പര്യവും തേട്ടവും എന്ത് എന്നുള്ളതും വിശദീകരിച്ചു. ഒരു മസ്അല ഭാഗികമായിട്ട് അതിൽ നമുക്ക് ഒന്ന് ഉണർത്താനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ മൊത്തം കുഫറിൻ്റെ ആളുകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷോപ്പിങ്ങിന് വന്ന, അനുനയത്തിന് വന്ന, അതേപോലെ തന്നെ ആദർശത്തിൽ കൊടുക്കൽ വാങ്ങൽ തിയറിയുമായി വന്ന കുറച്ച് മുശ്രിക്കുകളുണ്ട്. അവരവിടെ പ്രത്യേകം ഉദ്ദേശമാണ്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാർ, അതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പോകണമില്ല. ഹാലിലും അതേപോലെ മആൽ, പ്രസൻറ്റിലും ഫ്യൂച്ചറിലും ഇല്ല എന്നുള്ളത് അവരോട് പറയാണ്. കാരണം അവരതായിട്ടാണ് വന്നത്. കുറച്ചു കാലം നീ ഞങ്ങളുടെ ആരാധ്യന്മാരെ ആരാധിക്ക്, കുറച്ചു കാലം ഞങ്ങൾ നിൻ്റെ ആരാധ്യനെയും ആരാധിക്കാൻ തൊട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പം അങ്ങനെ നടക്കണില്ല, ഇങ്ങോട്ട് നടക്കാൻ പോകണമില്ല എന്നുള്ള മറുപടിയാണ്. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങളും ആരാധിക്കുന്നവർ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ബഹുദൈവ വിശ്വാസികൾ, അതേപോലെ തന്നെ ഇപ്പോൾ കാഫിര്യങ്ങളെ ഖിതാബ് ചെയ്തിട്ടാണ്, അഭിസംബോധന ചെയ്തിട്ടാണ്. അൽ കാഫിറൂൻ യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിര്യങ്ങളെ അഭിസംബോധന ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, ആ ഒരു വാക്ക്. അവിടെ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങളുണ്ട്, നസാറാക്കളുണ്ട്, യഹൂദരുണ്ട്, എല്ലാ കുഫറിൻ്റെ മില്ലത്തും അവിടെ ഉദ്ദേശമാണ്. അവിടെ പറയുന്നത് എന്താ, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കുന്നവർ അല്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ആയത്തിൽ എൻ്റെ ആരാധന നിങ്ങളുടെ ആരാധനയല്ല എന്നുള്ളതിനെ ശക്തിപ്പെടുത്തിയിട്ട് വലാന ആബിദും അബത്തും വലാൻതും ആബിദൂന മാ അഅ്ബുദ്. ആദ്യത്തേത് ആരാധ്യൻ്റെ വിഷയത്തിൽ, രണ്ടാമത്തേത് ആരാധനയുടെ വിഷയത്തിൽ. ചിലപ്പോൾ ആളുകൾക്ക് തോന്നും ഇവിടെ ബഹുദൈവ വിശ്വാസികൾ, വിശിഷ്യ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ, അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല,
അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു അള്ളാഹുവിനെയാണ് പരിചയപ്പെടുത്തിയത്, ആ പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ വിശിഷ്യ മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ അവരറിഞ്ഞിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല എന്ന് ചിലപ്പോൾ ആളുകൾ ധരിച്ചു വശാകും. യഥാർത്ഥത്തിൽ അത് പ്രമാണങ്ങൾക്ക് നിരക്കാത്ത ഒരു വിശ്വാസമാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു അള്ളാഹുവിനെയാണോ മക്കക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്, അവരുടെ ആരാധന അവന് മാത്രമാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്, പരിചയപ്പെടുത്തിയത്, ആ അള്ളാഹുവിനെ അറിഞ്ഞവരായിരുന്നു ആര്? മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ. പക്ഷേ അവർ എന്ത് ചെയ്തു? അള്ളാഹുവെ അറിഞ്ഞിട്ടും അവന് മാത്രം നൽകേണ്ട ആരാധന അവന് മാത്രമാക്കിയില്ല. പിന്നെയോ അവരെന്ത് ചെയ്ത്? അവരടയാളന്മാരുണ്ടാക്കി. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഇതാരെ കുറിച്ച് പറഞ്ഞ? ബൗദ്ധ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞാണ്. ബൗദ്ധ വിശ്വാസികൾ അള്ളാഹുവിന് മാത്രമാണ് ആരാധന, അല്ലേ? അല ലില്ലാഹി ദീനുൽ ഖാലിസ്. അല അറിയുക, ലില്ല അള്ളാഹുവിന് പ്രത്യേകവും മാത്രവുമാകുന്നു അദ്ദീനുൽ ഖാലിസ് എന്നാണ് നിഷ്കളങ്കമായ ദുആ, സമർപ്പണം. അത് അള്ളാഹുവിന് മാത്രമാണ്. പക്ഷേ അള്ളാഹു കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിച്ചവരെന്ത് ചെയ്തു? വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയ. അള്ളാഹുവെ കൂടാതെ ആരാധ്യന്മാരെ, വലിയുകളെ സ്വീകരിച്ചവരെന്ത് ചെയ്ത്? അവർ ജൽപ്പിച്ചു. എന്താ ജൽപ്പിച്ചത്? മാ നഅ്ബുദുഹും. അവർ റസൂലുള്ളാഹിനോട് പറയാണ്, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഈ ആരാധ്യന്മാർ മധ്യവർത്തികളായി നിന്ന് ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അല്ലാതെ. അപ്പോൾ ബൗദ്ധ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നത് എന്താണ്? അവരുടെ ആരാധ്യന്മാർ മധ്യവർത്തികളായിട്ട് അവരെന്ത് ചെയ്യും? അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച അള്ളാഹുവെ അവർക്കറിയാം. ആ അള്ളാഹുവിനെ അവർ തങ്ങളുടെ സൃഷ്ടാവായി നിയന്താവായി സമ്മതിച്ചതാണ്. അവരോട് ചോദിച്ചാൽ വലയിൻ സഅൽതഹും മൻ ഖലഖഹും, ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് അവരോട് ചോദിച്ചാൽ ലയഖൂലൂൻ, അവർ പറയും അല്ലാഹ് എന്ന്. അപ്പോൾ അള്ളാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന് റസൂലുള്ളാഹി പറയാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു വശം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ കാണാം. ആ ആയത്തുകൾ അവതീർണമാകുന്നത് മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ അള്ളാഹുവിനോട് ചോദിച്ചതിന് പ്രതികരണമായിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനമായിട്ട് വന്നു, വിശുദ്ധ ഖുർആനായിട്ട് വന്നു. അങ്ങനെ മക്കക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അബൂജഹലും കൂട്ടരും വന്നിട്ട് അവരെന്താ ചെയ്തറിയോ? അവർ അള്ളാഹിനോട് ദുആ ചെയ്ത്, അള്ളാഹുവെ, മുഹമ്മദ് പറയുന്നത് സത്യമാണ് എങ്കിൽ ഞങ്ങളുടെ തലക്ക് മുകളിൽ നീ ഒരു കല്ലിൻ്റെ മഴ പെയ്യിക്ക്, ആകാശത്തിൽ നിന്നൊരു കഷ്ണം ഞങ്ങളുടെ മേൽ പെയ്യിക്ക്, വർഷിക്ക് എന്നവർ പറഞ്ഞു, അള്ളാഹിനോട് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതികരിച്ച്. എന്താ പ്രതികരിച്ചത്? വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട് ഇറക്കി. എന്താ ആയത്ത്? വൈദ് ഖാലുല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറത മിനസ് സമാ അവഇതിനാ ബിഅദാബിൻ അലീം. വൈദ് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. അവർ എന്ന് പറഞ്ഞാൽ മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക്, അല്ലാഹുവേ, മുഹമ്മദ് ഈ പറയുന്നത് നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണ് എങ്കിൽ എന്താ? ഫഅൻസിൽ അലൈനാ ഹിജാറത മിനസ് സമാ, ആകാശത്തിൽ നിന്നൊരു കല്ലിൻ്റെ മഴ, കല്ലിനെ നീ ഞങ്ങളുടെ മേൽ വർഷിക്ക് എന്ന് അവർ പറഞ്ഞു. അവഇതിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ അള്ളാഹുവെ, നോവേറ്റുന്ന ഒരു ശിക്ഷ നീ ഞങ്ങൾക്ക് കൊണ്ടുവാ എന്നും അവർ പറഞ്ഞു. ഇത് അള്ളാഹിനോട് ആര് പ്രാർത്ഥിച്ചാണ്? മക്കക്കാർ പ്രാർത്ഥിച്ചതാണ്. ഏതോ ഒരു ദൈവത്തെയാണ് അവർ വിളിച്ചത് എങ്കിൽ അള്ളാഹു പ്രതികരിക്കേണ്ട കാര്യമല്ല. ഏതോ ഒരു അള്ളാഹുവിൽ നിന്ന്, കുറേ ആരാധ്യന്മാരിൽ ഒരു വലിയൊരു ആരാധ്യനിൽ നിന്നാണ് അവർ കാര്യം പ്രതീക്ഷിച്ചത് എങ്കിൽ അള്ളാഹു അതിന് പ്രതികരിക്കേണ്ട കാര്യമല്ല. പക്ഷേ ഇത് അള്ളാഹുവിനോട് അവർ തേടിയപ്പോൾ അള്ളാഹു ആ വിഷയത്തിൽ പ്രതികരിച്ചതാണ്. എന്നിട്ട് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അവർ പറയാണ്, മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുവെ, ഒരു കല്ല് പെയ്യിക്ക് ഞങ്ങളുടെ തലയിൽ, കല്ലിനെ മഴ പെയ്യിക്കാൻ പറയാണ്, അല്ലെങ്കിൽ നോവേറ്റുന്ന ശിക്ഷ കൊണ്ടുപോവാ എന്ന് പറയാണ്. മനസ്സിലായി? അള്ളാഹു പറയാണ്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹു എന്നിട്ട് അതിനെക്കുറിച്ച് പറയാണ്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, മക്കക്കാരെ അള്ളാഹു ശിക്ഷിക്കൂല, വഅൻത ഫീഹിം, നിങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ ഒരിക്കലും അവർ ശിക്ഷ കൊണ്ടാന്ന് അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹ് പറയാം, ഞാൻ അവരെ ശിക്ഷിക്കൂല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തുന്ന കാലം അത്രയും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നവനല്ല എന്നും അള്ളാഹു പറയണം. അപ്പോൾ ഈ നോക്കൂ നിങ്ങൾ, ഈ ആയത്തിറങ്ങണത്
മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ ചില റിപ്പോർട്ടുകളിൽ കാണാം അബൂജഹൽ അള്ളഹാനോട് ദുആ ചെയ്തു എന്നാണ്. അബൂജഹൽ അള്ളഹാനോട് ദുആ ചെയ്തു എന്നാണ്. മുഹമ്മദ് പറയുന്നത് സത്യമാണ് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവേ നീ ഒരു കല്ല് ഞങ്ങളുടെ തലക്ക് മുകളിൽ വർഷിക്ക് എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അള്ളാഹു പ്രതികരിച്ചാണത്. അപ്പോൾ ഇവർക്ക് അള്ളാഹിനെ അറിയാം. അവർ അള്ളാഹിനോട് ചോദിക്കാറുണ്ട്, അള്ളാഹുവിനോട് അവർ ചോദിക്കാറുണ്ട്. ബദറിൻ്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, എന്താ ബദറിൻ്റെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞത്? ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്. ഇതാരുടെ വിഷയത്തിലാണ്? മുശ്രിക്കുകളുടെ വിഷയത്തിലാണ്. ഇൻ തസ്തഫ്തിഹു, നിങ്ങൾ ബദറിൽ അള്ളാഹുവിനോട് ഫതഹ് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഫഖദ് ജാഅകുമുൽ ഫത്ഹ്, ഫതഹ് ഇതാ നിങ്ങൾക്ക് വന്നിരിക്കും. എന്താ ഈ ഫതഹ്? വിജയമാണ്. ബദർ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അബൂജഹൽ തേടിയിട്ടുണ്ട്. അതാണ് മോയിൻകുട്ടി വൈദ്യർ പിന്നെ ബദർ കിസ്സപ്പാട്ടിൽ കാബയുടെ കില്ല പിടിച്ചിട്ട് പിന്നെ 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 അബൂജഹലും കൂട്ടരും അള്ളഹാനോട് തേടിയ തേട്ടത്തിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞു കാണാൻ സാധിക്കും. അള്ളഹാനോടാണ് തേടിയത്. ബദർ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങാൻ പോകുമ്പോൾ രണ്ട് സംഘം ഒക്കെ ചോരയാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ബദറിൻ്റെ ഒരു ഭാഗത്ത് ഉദ്വത്ത് ദുനിയ എന്ന് പറയുന്ന സ്ഥലത്ത്, മറ്റൊന്ന് അബൂ ജഹലിൻ്റെ നേതൃത്വത്തിലുള്ള പട ബദറിൻ്റെ അൽ ഉദ്വത്തുൽ ഖുസ്വ എന്ന് പറയുന്ന മറ്റേ ഭാഗത്ത്. അങ്ങനെ രണ്ട് സൈന്യങ്ങളും കണ്ടുമുട്ടുക. അതെ, ഒരു ഭാഗത്ത് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അവൻ്റെ പട, മറ്റൊരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിമീങ്ങളും. ഇങ്ങനെ ഈ രണ്ട് സൈന്യങ്ങളും ഏറ്റുമുട്ടിയപ്പോൾ അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ്. എന്ത്? അല്ലാഹുമ്മ അയ്യുന അഖ്തഉ ലിർറഹിം വആതാന ബിമാ ലാ നഅരിഫ് ഫഅഹിൻഹുൽ ഗദാ വഅയ്യുന അഹബ്ബു ഇലൈക വഅല്ലാഹു ഇൻദക ഫൻസുറുഹുൽ യൗം. അബൂജഹൽ ബദറിൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ അയ്യുന അഖ്തഉ ലിർറഹിം, ഞങ്ങൾ രണ്ട് സൈന്യങ്ങളിൽ ആരാണ് കുടുംബ ബന്ധം മുറിച്ചത്? വആതാന ബിമാ ലാ നഅരിഫ്, ഞങ്ങൾക്കറിയാത്ത ഒരു പുതിയ ദീൻ കൊണ്ടുവന്നത്. ഫഅഹിൻഹുൽ ഗദാ, ഈ പ്രഭാതത്തിൽ നീ അവനെ പരാജയപ്പെടുത്തണമേ. ഇതാണ് ആര് പറഞ്ഞത്? അബൂജഹൽ പറഞ്ഞത്. മാത്രമല്ല അബൂജഹലിൽ തീർന്നില്ല. വഅയ്യുന അഹബ്ബു ഇലൈക, ഞങ്ങൾ രണ്ട് സൈന്യങ്ങളുണ്ട്, ഈ സൈന്യങ്ങളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആരാണ്? വഅല്ലാഹു ഇൻദക, നിന്റെ അടുക്കൽ ഏറ്റവും പ്രീതിപ്പെട്ടവൻ ആരാണ്? ഫൻസുറുഹുൽ യൗം, ഇന്ന് നീ അവനെ സഹായിക്കണമേ എന്ന് ബദർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അബൂജഹൽ അല്ലാഹുമ്മ എന്ന് പറഞ്ഞ അള്ളാഹിനോട് തേടുകയാണ്. ആ വിഷയത്തിലാണ് ആയത്ത് വരുന്നത്. ഇൻ തസ്തഫ്തിഹു, മക്കക്കാരെ നിങ്ങൾ ഫതഹ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഖദ് ജാഅകുമുൽ ഫതഹ്, ഫതഹ് ഇതാ വന്നിരിക്കുന്നു. ആർക്കാ വന്നത് ഫതഹ്? കുടുംബ ബന്ധം മുറിക്കാത്ത, പുത്തൻ ദീൻ കൊണ്ടുവരാത്ത നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹാബത്തിനുമാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഇവിടെ മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവർ പിന്നെ അള്ളാഹുവിൽ യഥാവിധം വിശ്വസിച്ചിട്ടില്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിഭാവനയിൽ അവർ വിശ്വസിച്ചിട്ടില്ല, അത് ശരിയാണ്. പക്ഷേ അവർക്ക് ചില സന്ദർഭങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ അവർ അള്ളാഹുവിനോട് തേടുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു അടിക്കടി വിശുദ്ധ ഖുർആനിൽ പറയുന്നത് വഇദാ റകിബു ഫിൽ ഫുൽക് ദഅഉല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ വഇദാ റകിബു ഫിൽ ഫുൽക്, അവർ കപ്പലിൽ സഞ്ചരിച്ചാൽ ദഅഉല്ലാഹ്, അള്ളാഹുവെ അവർ ദുആ ചെയ്യും. എങ്ങനെ ദുആ ചെയ്യും? മുഖ്ലിസീന ലഹുദ്ദീൻ, പ്രാർത്ഥന അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്. ഫൈദാ നജ്ജാഹു മിനൽ ബർ, അള്ളാഹു അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഫൈദാഹും യുശ്രികൂന, അത് അവർ ശിർക്ക് ചെയ്യുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? മക്കക്കാരെ കുറിച്ചാണ്. അതേപോലെ വൈദാ ഖശിയഹും മൗജുൻ കബ്ബുലൽ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, തിരമാലകൾ അവരെ കാർമുകിൽ കണക്കെ മൂടി പൊതിഞ്ഞാൽ അവർ അള്ളാഹുവിനെ ആത്മാർത്ഥമായി വിളിക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് കാണാൻ സാധിക്കും. ഇതൊക്കെ മക്കയിലെ ബൗദ്ധ വിശ്വാസികളുമായി ബന്ധപ്പെട്ടാണ്. അപ്പം മക്കയിലെ ബൗദ്ധ വിശ്വാസികൾക്ക് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി അള്ളാഹുവിനെ അറിയില്ലായിരുന്നു എന്നും അവരംഗീകരിച്ചിരുന്നില്ല എന്നും, അതേപോലെ യഥാവിധം അംഗീകരിച്ചിട്ടില്ല വിശുദ്ധ ഖുർആൻ വിഭാവന ചെയ്യുന്ന രീതിയിൽ. പക്ഷേ അവർ തീരെ അറിഞ്ഞിട്ടില്ല എന്നും കുറേ ദൈവങ്ങളുണ്ടായിരുന്നു, അതിലൊരു വലിയ ദൈവം അതാണ് അള്ളാഹ് എന്ന് പറയുന്ന രീതി അതെന്തല്ല, തീർത്തും ശരിയല്ല. സൃഷ്ടാവായി, അന്നദാതാവായി, സംഹാരിയായി, അതേപോലെ തന്നെ നിർബന്ധ സാഹചര്യത്തിൽ ദുആക്ക് ജവാബ് നൽകുന്നവനായിട്ട് അവർ ആരെ കണ്ടിരുന്നു? അള്ളാഹുവിനെ കണ്ടിരുന്നു, അള്ളാഹുവിനെ അവർ അറിഞ്ഞിരുന്നു എന്നുള്ളതവിടെ ഇത് പിന്നെ വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ, അതേപോലെ തിരുചര്യകൾ, ഈ വിഷയത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ, സംഭവങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വിഷയം അതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അവരുടെ പിന്നെ ആരാധനകൾ അത് ശിർക്ക് കലർന്ന ആരാധനയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധന തിരസ്കരിക്കപ്പെട്ടു, അസ്വീകാര്യമാണ്.
മനസ്സിലല്ലേ? അവർ ഷിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു വിശ്വാസമല്ല. പിന്നെയോ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് വഹ്ദഹു ലാ ശരീക ലഹു, അള്ളാഹുവെ ഏകനാക്കി അവനിൽ യാതൊരു പങ്കുകാരനുമില്ലാത്തവർക്കുള്ള വിശ്വാസമാണ് വേണ്ടത്. മനസ്സിലായി? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം മക്കക്കാർക്കില്ല. അതേപോലെ തന്നെ ആരാധന ഷിർക്ക് കലരാത്ത ആരാധനയാണ് വേണ്ടത്. ആ ആരാധനയും അവർക്കില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫ. അതാണ് ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ മുൻഫക്കീൻ. കണ്ടോ അവിടെ അഹ്ലുൽ കിതാബ് മുശ്രിക്കീൻ ഇവരുടെ വിഷയത്തിൽ പറയാണ് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അള്ളാഹനെ മാത്രം ആരാധിക്കാനാണ് അവർ കൽപ്പിക്കപ്പെട്ടത്. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, പ്രാർത്ഥന അള്ളാഹുവിനെ മാത്രമാക്കി. ഹുനഫാ, ഷിർക്കിൽ നിന്ന് തെറ്റി തൗഹീദിൽ വന്നില്ലെങ്കിൽ കുഫറിൽ നിന്ന് തെറ്റി ഇസ്ലാമിൽ വന്നുകൊണ്ടുള്ള ആരാധന. ആ ആരാധന അവർക്കില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ആ വിഷയത്തിലാണ് ആയത്തുകളുടെ അവതീർണത്. അതിനർത്ഥം ഇവിടെ വീണ്ടും നമ്മൾ മനസ്സിലാക്കണം, അവർ അള്ളാഹുവിനെ തീരെ അറിഞ്ഞിട്ടില്ല എന്നോ അവർക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ടില്ല എന്നോ അള്ളാഹുവിനെ അവർ വിളിച്ചിട്ടില്ല എന്നോ അതിലെന്തില്ല ഒരിക്കലും അർത്ഥമാക്കണില്ല. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകളോട് ആ വിശ്വാസം നമ്മുടെ ആ ഒരു വിഭാവന അത് ഏറ്റുമുട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു കാര്യം ആ വിഷയത്തിൽ ഉണർത്തിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂറത്തുൽ കൗസർ അത് അൽ കൗസർ എന്നുള്ള പ്രയോഗം അവിടെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് മനസ്സിലാക്കാം. അൽ കൗസർ എന്നും ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്നും ഈ സൂറത്തിന് പേരുണ്ട്. ചില മുഫസ്സിരീങ്ങൾ സൂറത്തുൻ നഹർ, ഈ സൂറത്തിന് സൂറത്തുൻ നഹർ എന്നും പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊരു പ്രമാണത്തിൻ്റെ ബലമല്ല. സൂറത്ത് ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്നും അതേപോലെ സൂറത്തുൽ കൗസർ എന്നും ഈ സൂറത്തിന് പേരുണ്ട്. അതിന് അസറുകൾ, തെളിവുകളുമുണ്ട്. സൂറത്തുൽ കൗസർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ അവതീർണമാണോ അതല്ല മദീന കാലഘട്ടത്തിൽ അവതീർണമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നുബുവത്ത് കിട്ടി തിരുനബിയുടെ 40-ാമത്തെ വയസ്സ് മുതൽ 53 വയസ്സ് വരെ ആ കാലഘട്ടത്തിനിടയിലാണ് ഇത് അവതീർണമായത് എന്നുള്ളതാണ് അല്ലേ ഭൂരിപക്ഷ മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായമാണ്. പക്ഷെ ചില മുഫസ്സിരീങ്ങൾ ഇമാം ഇബ്നു കസീറിനെ പോലുള്ളവരൊക്കെ അതേപോലെ ഇബ്നു ആഷൂറിനെ പോലുള്ളവരൊക്കെ ഈ സൂറത്ത് മദനീയത്താണ് എന്നുള്ളതാണ്. മദനീയത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മദീന കാലഘട്ടത്തിലാണ് ഇത് അവതീർണമായത് എന്നുള്ള അഭിപ്രായക്കാരാണ്. അതിന് ഉപോത്ബലകമായ ചില തെളിവുകളും അവർ നിരത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഇത്, സൂറത്തുൽ കൗസർ. എന്തുകൊണ്ടാണ് ഇത് ചെറിയ സൂറത്ത്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഈ സൂറത്ത് അല്ലേ? എന്തുകൊണ്ട്? 3 ആയത്തുള്ളതുകൊണ്ടോ? 3 ആയത്ത്. ഇപ്പം നമ്മളൊരു സൂറത്ത് എടുത്തല്ലേ 3 ആയത്തുള്ള ഏത് സൂറത്ത് നമ്മളെടുത്ത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. 2 അല്ലേ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. 3 ആയത്താണ്. ഇനി നമുക്ക് പഠിത്തന്നെ ഒരു സൂറത്ത് വരും, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 3 ആയത്താണ്. അപ്പം 3 ആയത്ത് എന്നുള്ളതല്ല പരിഗണന. മീമില്ല എന്നുള്ളതുകൊണ്ട് ഒരു സൂറത്ത് ചെറുതാവുകയും മീമുള്ളതൊക്കെ വലുതാവുകയും ചെയ്യുക. അങ്ങനെ വെച്ചാൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ്, അത് സൂറത്തുൽ ബഖറിനേക്കാൾ വലുതാണ്. അതിൽ മീമുണ്ട്. അബ്ദുസലാം ഏറ്റവും കൂടുതൽ എന്താ പറഞ്ഞേ? അക്ഷരങ്ങളുടെ എണ്ണം കുറവാണ്. അതേപോലെ കെലിമത്തുകളും കുറവാണ്. കെലിമത്തുകൾ ഉണ്ടല്ലോ, 10 കെലിമത്താണ് ഇതിലുള്ളത്. 10 കെലിമത്താണ് ഇത്. ഇന്ന ആതൈനാക അൽ കൗസർ ഫസല്ലി ലിറബ്ബിക് വൻഹർ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. 10 കെലിമത്താണ് ഈ സൂറത്തിലുള്ളത്. കെലിമത്തുകൾ കുറവാണ്, അക്ഷരങ്ങളും കുറവാണ്. ആ പരിഗണനയിൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഷോർട്ടായ ചെറിയ സൂറത്താണേത്? സൂറത്തുൽ കൗസർ. കുറേ പ്രത്യേകതകൾ ഈ സൂറത്ത്, ഏറ്റവും ചെറിയ സൂറത്ത് എന്നുള്ളവർക്ക് അതിനെ കുറേ പഠനം നടത്തിയിട്ടുണ്ട്. സാഹിത്യപരമായി, ഭാഷാപരമായി, ഘടനാപരമായി
മനസ്സിലായോ? അതിൽപ്പെട്ടതാണ് പിന്നെ ഇപ്പം ഈ ഇന്ന ആയത്തൈനാക്കൽ കൗസർ എന്നതിൽ ആവർത്തിക്കാതെ വന്ന അക്ഷരങ്ങൾ 10 ഫസല്ലി റബ്ബിക വൻഹർ എന്നതിൽ ആവർത്തിക്കാതെ വന്ന അക്ഷരങ്ങൾ 10 ഇന്ന ഷാനിയക ഹുവൽ അബ്തർ എന്നതിൽ ആവർത്തിക്കാതെ വന്ന അക്ഷരങ്ങൾ 10 മൊത്തം സൂറത്തിൽ ആവർത്തിക്കാതെ വന്ന അക്ഷരങ്ങൾ 10 മൊത്തം സൂറത്തിൽ. ഇങ്ങനെ പല പ്രത്യേകതകൾ ഇതിനെ പിന്നെ പഠനം നടത്തി പിന്നെ ഘടനാപരമായി അതേപോലെ ഭാഷാപരമായി സാഹിത്യപരമായി ഒക്കെ മുഫസ്സിരീങ്ങൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ വിശുദ്ധ ഖുർആൻ്റെ അമാനുഷികതയെ സ്ഥിരീകരിച്ചപ്പോൾ ഈ സൂറത്ത് കൊണ്ട് നിർവഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീനത്ത് കിടക്കുകയാണ്. അൻസാരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയങ്ങി, ഒരു ബോധക്ഷയം കണക്കെ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്ന് എഴുന്നേറ്റിരുന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു സൂറത്ത് അവതീർണമായി. എന്നിട്ട് റസൂലുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയിട്ട് ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ ഇത് മുഴുവനായിട്ട് ഓതി. മനസ്സിലായോ? ഓതി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതദ്റൂൻ മൽ കൗസർ, നിങ്ങൾക്കറിയുമോ എന്താണ് കൗസർ എന്ന്? അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലിനും നന്നായിട്ടറിയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹ്റുൻ അഅതാനിഹില്ലാഹു ഫിൽ ജന്ന, അത് ഒരു നദിയാണ്. സ്വർഗത്തിൽ അള്ളാഹു അത് എനിക്ക് നൽകിയിരിക്കുന്നു. സ്വർഗത്തിൽ അള്ളാഹു എനിക്ക് പ്രദാനം ചെയ്ത ഒരു നദിയാകുന്നു അൽ കൗസർ. എന്നിട്ട് അതിൻ്റെ വസ്ഫുകളാണ്, വർണ്ണനകളാണ്. അതിൻ്റെ പിന്നെ ഇരു കരകളും സ്വർണത്തിൻ്റേതാണ്, അതിലെ മണ്ണ് അത് കസ്തൂരിയുടേതാണ്, ആ നദി ഒഴുകുന്നത് യാക്കൂത്ത് മർജാൻ മുത്തുകൾ പവിഴങ്ങൾ, അതാണ് അതിലെ അടിയിൽ ചരൽക്കല്ല് പോലെ അടിയിൽ പിന്നെ വിധാനിക്കപ്പെട്ടുള്ള അതിന്മേലാണ് അത് ഒഴുകുന്നത്. അതിലെ കോപ്പകൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് തുല്യമായിട്ടുള്ള കോപ്പകളാണുള്ളത്. പിന്നെ അഹ്ലാമിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളത്. പിന്നെ അബിയദു മിനൽ ലബൻ, പാലിനേക്കാൾ വെളുത്തത്, തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ പിന്നെ വസ്ഫുകൾ പറയണം. അലൈഹി ഖൈറുൻ കസീർ, ധാരാളം ഖൈർ നന്മകളുള്ള ഒരു നദിയാകുന്നു ആ കൗസർ എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ഒരു സ്വപ്നം, ആ സ്വപ്നം കണ്ടത് മദീനയിലാണ്. മദീനയിൽ വെച്ച് സ്വപ്നം കാണുകയും അനസ് റളിയല്ലാഹു അൻഹു അത് റിപ്പോർട്ട് ചെയ്യുകയാണ്. അനസ് പറയുന്നത്, ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ഇരിക്കെ റസൂലുള്ളാഹി സ്വപ്നം കണ്ടു എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു മദീനയിലാണ് അല്ലേ, അദ്ദേഹം അൻസാരിയാണ്. പിന്നെ അദ്ദേഹം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായി വളർന്ന മഹാനാണ്. മദീനയിൽ ഉമ്മു സുലൈം അനസിനെ ഏൽപ്പിക്കുകയാണ് റസൂലുള്ളാഹിക്ക് ഖാദിമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങിയത് മദീനയിലാണ് എന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞത്. പക്ഷേ ഒരു സൂറത്ത് ഇതിൻ്റെ ഉള്ളടക്കങ്ങൾ പലതും പരിഗണിച്ചാൽ മുഖവിലക്കെടുത്തിട്ടുണ്ട് എങ്കിൽ അത് മക്കീയത്താണ്, സൂറത്ത് മക്കയിൽ അവതീർണമാണ്. അതേസമയം പിന്നെ ഈ അവതരണ പശ്ചാത്തലത്തിൻ്റെ വിഷയത്തിൽ വന്ന് ഈ ഹദീസ് എടുത്താൽ അത് മദീനയിൽ അവതീർണമാണ്. പക്ഷേ മക്കത്ത് അവതരിച്ച ഒരു സൂറത്ത് വീണ്ടും മദീനയിൽ ഒന്നുകൂടി അവതരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വിഷയമൊന്നുമില്ല. മനസ്സിലായി? അങ്ങനെ ചില സൂറത്തുകൾ ഉണ്ടായിട്ടുണ്ട്, മക്കത്ത് അവതീർണമായ വചനങ്ങൾ സൂറകൾ അത് വീണ്ടും മദീനയിൽ അവതരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇത് മക്കീയത്താണ്, മക്ക കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണ് എന്ന് പറഞ്ഞാൽ അതിലെന്തില്ല, തെറ്റില്ല. അത് ഈ ഹദീസുമായി വൈരുദ്ധ്യം ആകുന്ന പ്രശ്നമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ മക്ക കാലഘട്ടത്തിൽ വളരെ പിന്നെ ആക്രമണങ്ങൾ ശത്രുക്കൾ അയച്ചു വിട്ടിട്ട് പല ആക്രമണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ മുറിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ്. മനസ്സിലായില്ലേ? അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മക്കക്കാർ ബത്തറ മുഹമ്മദ് എന്ന് പറഞ്ഞിരുന്നത്. ബത്തറ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അബ്തറായി എന്നാണ് അതിൻ്റെ അർത്ഥം. മുഹമ്മദ് അബ്തറായി. അബ്തർ എന്ന് പറഞ്ഞാൽ അറബികൾ അവരുടെ ആ പതിവനുസരിച്ച് ആൺകുട്ടികൾ അനന്തരമെടുക്കാൻ ശേഷിക്കാത്തവനാണ് അബ്തർ എന്ന് പറയാം. ആൺകുട്ടികൾ അനന്തരമെടുക്കാൻ ശേഷിക്കാത്ത
പിന്നെ രക്ഷിതാക്കൾക്കാണ് എന്ത് പറയുക, അബുത്തർ എന്ന് പറയാം. മൃഗങ്ങൾക്ക് അബുത്തർ എന്ന് പറയും. വാലറ്റതിന്, മൃഗങ്ങൾ വാലറ്റാൽ അതിന് അബുത്തർ എന്ന് പറയും. ഹിമാറുൻ അബുത്തർ, ഹിമാർ അക്രമക്കുമുള്ള ഹിമാറിന് അബുത്തർ എന്ന് പറഞ്ഞാൽ വാലറ്റ കഴുതാന്ന് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ പിന്നെ മനുഷ്യന്മാരെ കുറിച്ച് അബുത്തർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ആൺ തരി അനന്തരമെടുക്കാനില്ലാത്ത മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളുണ്ടായപ്പോൾ ആൺകുട്ടികൾ അൽ ഖാസിമും പിന്നെ അബ്ദുള്ളയാണ്. 2 ആൺകുട്ടികളുണ്ടായിരുന്നത് ജനിച്ചത്. ഈ കുട്ടിയാണ് ത്വയ്യിബ്. പിന്നെന്താ, കുട്ടിക്ക് 2 സ്ഥാനപ്പേരുണ്ട്. എന്താ, ഒന്ന് ത്വയ്യിബ്, മറ്റൊന്ന് താഹിർ. ത്വയ്യിബ്, താഹിർ എന്നീ വിളിപ്പേരുകളുള്ള അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയും അൽ ഖാസിം എന്ന കുട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ ജനിച്ചത്. ഇബ്രാഹിം എന്ന കുട്ടി അത് മദീനയിലാണ്. ഇബ്രാഹിം എന്ന കുട്ടി മദീനയിലാണ് ജനിച്ചത്. അത് ഖദീജ റളിയല്ലാഹു തആല അൻഹയിലല്ല. പിന്നെയോ മരിയത്തുൽ ഖിബ്തിയ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പിന്നെ ബാല്യക്കാരത്തി ഉണ്ടായിരുന്നു, വെള്ളാട്ടി. അതിലാണ് ആ കുട്ടി ഉണ്ടായത്, ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ഉണ്ടായത്. അത് മദീനയിൽ. പക്ഷേ ഈ അൽ ഖാസിം എന്ന കുട്ടിയും അബ്ദുള്ള എന്ന കുട്ടിയും ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹയിലാണ് ജനിച്ചത്. ആൺകുട്ടികൾ ഇവർ 2 പേരാണ്. പിന്നെ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ, 4 പെൺമക്കളും. സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ, 4 പെൺമക്കളും ജീവിച്ചു. പക്ഷേ ഖാസിം എന്ന കുട്ടി ജനിച്ച ഉടനെ മരിച്ച്. പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്കൊന്നും മുലയൂട്ടാൻ അവസരം ഉണ്ടായിട്ടില്ല, അതിനിടയ്ക്ക് മരിച്ച്. അതേപോലെ തന്നെ അബ്ദുള്ളയും ജനിച്ച ഉടനെ തന്നെ മരിച്ച്. അതുകൊണ്ടാണ് പിന്നെ ഈ കുട്ടികളുടെ വിയോഗത്തിൽ, പിന്നെ പ്രസവിച്ച ഉടനെയുള്ള മരണത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ കരഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലെ എനിക്കൊരു മുലയൂട്ടാൻ പൂതി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പിന്നെ ഖദീജ, നമ്മുടെ കുഞ്ഞിനെ മുലയൂട്ടാൻ സ്വർഗീയ സ്ത്രീകൾ കാത്തിരിക്കുന്നു, അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഖാസിമും അബ്ദുള്ളയും മരണപ്പെട്ട ഈ വാർത്ത അറിഞ്ഞപ്പോൾ പിന്നെ ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹിന്റെ തൊട്ട അയൽവാസിയാണ്. നമ്മൾ പറഞ്ഞു ആര്? അബൂലഹബ്. സൂറത്ത് അബ്ബത്ത് അബൂലഹബ് പിന്നെ ഖുറൈശികളുടെ സഭയിൽ ചെന്നിട്ട് പറയാണ്, ബത്തറ മുഹമ്മദുൻ ഇല്ലയില, ഇന്നലെ രാത്രി മുഹമ്മദ് അബ്തറായി എന്ന് പറഞ്ഞാൽ എന്താ? മുഹമ്മദിന് ആൺകുട്ടി ജനിച്ചു, ആൺകുട്ടി മരിച്ചു. അയൽവാസി എന്നിട്ട് പറയാണ്. അത് സന്തോഷ പ്രകടന ആർക്ക്? അബൂലഹബിന്. ഇതേപോലെ അൽ ആസി ഇബ്നു വായിൽ, ഉഖബത്ത് ബിനു അബി മുഅയ്ത്, അബൂ ജഹൽ ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ ചില റിപ്പോർട്ടുകളിൽ കാണാം സുംബൂറും മുമ്പത്തിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പിന്നെ സ്വസമുദായത്തിൽ നിന്ന് പിന്നെ അകറ്റപ്പെട്ടവൻ, ഒറ്റപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ ആ പ്രയോഗത്തിൽ പിന്നെ അബ്തർ പ്രയോഗിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ. കഅബ് ഇബ്നുൽ അഷ്റഫ് മദീനയിലെ ജൂതനായിരുന്നു. ആ ജൂതൻ മക്കയിലേക്ക് വരുമ്പോൾ മുശ്രിക്കുകൾ, ഈ നേതാക്കന്മാർ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്, അൽ ആസ് ഇബ്നു വായിൽ, അതേപോലെ തന്നെ അബൂലഹബ്, അബൂജഹൽ തുടങ്ങിയ ആളുകൾ ഈ കഅബ് ബിനുൽ അഷ്റഫ് വന്നിട്ടുണ്ട് എങ്കിൽ കഅബ് ബിൻ അഷ്റഫിനോട് പറയാണ്, ഞങ്ങളെ നാട്ടിൽ ഒരു സബിയും മുമ്പത്തിർ ഉണ്ട്, ആ സബിയും മുമ്പത്തിർ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് വാദിക്കുന്നു, ഓനൊരു പുതിയ ദീനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തും. അവിടെ പരിചയപ്പെടുത്തുമ്പോൾ യഹൂദന് മുശ്രിക്കുകൾ പരിചയപ്പെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് സബിയും മുമ്പത്തിർ എന്നാണ്. സബിയും മുമ്പത്തിർ എന്ന് പറഞ്ഞാൽ എന്താ? അബുത്തനായ ഒരു കുട്ടി എന്നാണ്. റസൂലുള്ളാഹിനെ കൊച്ചാക്കാണ്, നിസ്സാരപ്പെടുത്താണ്. മനസ്സിലായല്ലേ? അവർ സബിയും മുമ്പത്തിർ അല്ലെങ്കിൽ അബുത്തർ എന്നൊക്കെ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനന്തരെടുക്കാൻ എന്തില്ല? ആൺതരിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അനന്തരെടുക്കാൻ പോലും ഒരു ശേഷക്കാരനില്ലാത്ത മുഹമ്മദാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വലിയൊരു ആദർശം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ നിസാരപ്പെടുത്താനാണ് അവർ ഇങ്ങനെ പറഞ്ഞിരുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമവും വേദനയുമായിരുന്നു. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങൾ മരിച്ച ഉടനെയുള്ള ഇത്തരം പ്രചരണങ്ങൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുശ്രിക്കുകൾ അബ്തർ എന്നുള്ള വസ്ഫ് റസൂലുള്ളാഹിക്ക് ചേർത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് ചേർത്ത വസ്ഫാണെന്ത്? അൽ കൗസർ എന്നുള്ള വസ്ഫ്. നോക്കി നിങ്ങൾ, അബ്തറും കൗസറും ഒരേ സീഗയാണ് അല്ലേ?
ഫൗഅൽ വസിനാണ് അല്ലേ, ഫൗഅൽ വസിനാണ്. കണ്ട അബ്തർ, അബ്തർ അല്ലേ. അതേപോലെയാണെന്ത് കൗസർ, കൗസർ. അവർ അബ്തർ എന്നുള്ളത് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് അബ്തർ അല്ല, നിങ്ങൾക്കുള്ളത് എന്താണ്? കൗസർ എന്നാണ്, കൗസർ എന്നാണ്. അപ്പം എന്താണ് കൗസർ? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇന്ന തീർച്ചയായും നാം, ഇന്ന തീർച്ചയായും നാം, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ് തീർച്ചയായും നാം അഅ്തൈനാക, അഅ്തൈനാക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു. അഅ്ത എന്ന് പറഞ്ഞാൽ നൽകി, അഅ്തൈന നാം നൽകി, അഅ്തൈനാക് താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു, അൽ കൗസർ കൗസറിനെ നൽകിയിരിക്കുന്നു, കൗസറിനെ നൽകിയിരിക്കുന്നു. ഈ അൽ കൗസർ എന്നുള്ളത് എന്താണ്? ഒന്ന് നമ്മൾ മനസ്സിലാക്കി, അതെന്താ? ഒന്നെന്താ? അതൊരു നെഹറാണ് അല്ലേ, സ്വർഗത്തിൽ ഒരു നദിയാണ്, സ്വർഗത്തിൽ ഒരു നദിയാണ്. പിന്നെ പല റിവായത്തുകളിലും പല അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായ നിർവചനം. അത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അൽ കൗസർ എന്ന് പറഞ്ഞാൽ പിന്നെ അൽ ഖൈറുൽ കസീർ എന്നാണ്. അൽ ഖൈറുൽ കസീർ എന്താ? അൽ ഖൈറുൽ കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം നന്മ. കസറത്ത്, കസറത്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ധാരാളം എന്നർത്ഥം, ധാരാളം, ധാരാളം. കസറത്ത് അതിൽ നിന്നാണ്, അതിൻ്റെ അഗാധാർത്ഥ പ്രയോഗമാണ് കൗസർ. കസറത്ത് എന്നുള്ളതിൻ്റെ അഗാധാർത്ഥ പ്രയോഗമാണ് കൗസർ. ഇപ്പോൾ നഫിൽ, നൗഫൽ, നഫിൽ നൗഫൽ എന്ന് പറയും, കുറേ വർദ്ധിച്ചത് എന്നർത്ഥത്തിൽ. അതേപോലെ ധാരാളം എന്നുള്ളതിൻ്റെ അഗാധാർത്ഥ പ്രയോഗമാണ് അൽ കൗസർ. അപ്പോൾ അതിൻ്റെ അർത്ഥം പെരുപ്പാണ്, പെരുപ്പം. ഇത് അൽ കൗസർ എന്നുള്ളത് ഒരു പേരാണോ അതല്ല അതൊരു വസ്ഫാണോ? പേരാണ് എന്ന് പറയുമ്പോൾ അതെന്താണ്? നെഹ്റാണ്, നദിയാണ്. അതല്ലൊരു വസ്ഫാണ് എങ്കിൽ, ഇതൊരു വിശേഷണമാണ് എങ്കിൽ എന്താണ് അതുകൊണ്ട് വിശേഷിപ്പിച്ച് എന്നിവിടെ പറഞ്ഞിട്ടില്ല. അതാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത് അൽ ഖൈർ, അൽ ഖൈറുൽ കസീർ, ധാരാളം നന്മ, ധാരാളം നന്മ. മറ്റു മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞത് ഹൗളാണ്. എന്താ ഹൗൾ? എന്താ ഹൗൾ? ഹൗദുൽ കൗസർ. അപ്പം അത് ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ? പോസ്റ്റും കാലി പറഞ്ഞ പോലെ അതോ വ്യത്യാസം ഉണ്ടോ? ഫോറസ്റ്റ് കാട് എന്നൊക്കെ പറയില്ലേ? ഹൗദ് പാട്ടിൽ പറയല്ലേ, ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് മോഹം. ഹജ്ജിൻ്റെ രാവിലെ ഞാൻ കാബൻ കീനാബ് കണ്ടിട്ടൊരു പാട്ടില്ലേ, ഹൗദുൽ കൗസർ. ശരിയാണ്, ഹൗദും കൗസറായിട്ട് ബന്ധമുണ്ട്. ഹൗദ് വേറെ, കൗസർ വേറെ. കൗസർ സ്വർഗത്തിൽ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക നദിയാണ്, മനസ്സിലല്ലേ? ചില റിപ്പോർട്ടുകളിൽ കാണാം ആ കൗസറിൽ നിന്ന് 2 മീസാബുകൾ, 2 പാത്തികൾ അത് മഹ്ശറിലേക്കുണ്ട്. ആ പാത്തികളിൽ നിന്ന് വെള്ളം വീഴുകയും അത് തടാകമായി പരിണമിച്ച് അതിനാണ് എന്തെന്ന് പറയാം? ഹൗദ് എന്ന് പറയാം, ഹൗദ് എന്ന് പറയാം. അപ്പോൾ കൗസറും ഹൗദുമായിട്ട് ബന്ധമുണ്ട്, കൗസറും ഹൗദുമായിട്ട് ബന്ധമുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ത്യനാളിൽ നൽകുന്ന മഖാമും മഹ്മൂദാണ്, സ്തുത്യർഹമായ സ്ഥാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅതഹു, അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്ത മഖാമും മഹ്മൂദിലേക്ക് നീ ഉയർത്തെഴുന്നേൽപ്പിക്കണേ എന്ന് പറഞ്ഞില്ലേ, അത് എവിടേക്കാണ്? അത് ഈ ഹൗദിൻ്റെ കരയിലേക്കാണ്, ഹൗദിൻ്റെ കരയിലേക്കാണ്. അപ്പോൾ കൗസർ സ്വർഗത്തിൽ ഒഴുകുന്ന നെഹ്റാണ്, നദിയാണ്. അതിൽ നിന്ന് 2 പാത്തികളിൽ ജലം ഒഴുകി പോഷിപ്പിക്കപ്പെട്ട തടാകമാണ് ആര്? ഹൗദ്, ഹൗദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞ് വദിത്തു ലൗ അന്നി റഅയ്തു ഇഖ്വാനി, ഒരിക്കൽ റസൂലുള്ള സഹാബികളോടൊപ്പം ഇങ്ങനെ ഇരിക്കും പറയാണ്, എൻ്റെ ബ്രദേഴ്സ് ഇഖ്വാനെ കാണാൻ എനിക്ക് പൂതിയുണ്ട്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളുടെ ബ്രദേഴ്സ് അല്ലേ, ഇഖ്വാനല്ലേ? അപ്പോൾ റസൂലുള്ള പറയാണ്, നിങ്ങളെൻ്റെ ഇഖ്വാനല്ല, നിങ്ങളെൻ്റെ അസ്ഹാബാണ്, സഹാബികളാണ്, അനുചരന്മാരാണ്. ഇഖ്വാനി അല്ലദീന ലം യഅതു ബഅദ്, ഇനിയും വന്നിട്ടില്ലാത്ത എൻ്റെ ബ്രദേഴ്സ് സഹോദരങ്ങളുണ്ട്, അവരെയാണ് എനിക്ക് കാണാൻ പൂതി എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബികൾ ചോദിക്കുകയാണ്, എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അവരെ കാണുമ്പോൾ? അപ്പോൾ റസൂലുള്ള പറയാണ്, അന ഫറത്തുക്കും അലൽ ഹൗദ്,
നിങ്ങളെല്ലാവരെയും മുൻകടന്ന് ഞാൻ ഹൗദും കരയിലേക്ക് എത്തും. ആദ്യമായിട്ട് ഹൗദും കരയിൽ ഞാൻ എത്തും. അപ്പോഴാണ് സഹാബികൾ ചോദിക്കണം, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അവരെ തിരിച്ചറിയാൻ പറ്റുമെന്ന്. അപ്പോൾ പറയാണ്, നിങ്ങളിൽ ഒരാൾക്ക് കുറേ കുതിരകളുണ്ട്. ആ കുതിരകളിൽ നെറ്റിയിൽ ചൂട്ടുള്ള കുതിരകളുണ്ട് എങ്കിൽ ആ കറുത്ത കുതിരകളിൽ നിന്ന് ചൂട്ടുള്ള കുതിരകളെ തിരിച്ചറിയാൻ കഴിയില്ലേ? അതേപോലെ എനിക്ക് എൻ്റെ ഉമ്മത്തികൾ അവർ ഉളു ചെയ്തിട്ട് മുഖവും കൈകാലുകളും വെളുത്ത് പ്രസന്നമായിട്ട് വരുമ്പോൾ അവരെ തിരിച്ചറിയാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ ഹൗദും കരയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്ത് ചെയ്യും? ഹൗദിൽ നിന്ന് പകർന്നു നൽകും. അതാണ് ഹൗദ്. അതാണ് റസൂലുള്ളാഹിക്കുള്ള മഖാമും മഹ്മൂദ്. അവിടെ അതിനേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. തയ്യം. ഇവിടെ കൗസർ എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞ് ഹൗലാണ്, ചിലർ പറഞ്ഞ് വിശുദ്ധ ഖുർആനാണ്, ചിലർ പറഞ്ഞ് നുബൂവത്താണ്, ചിലർ പറഞ്ഞ് ഇസ്ലാമാണ്, ചിലർ പറഞ്ഞ് അത് ഷഫാഅത്താണ്, അന്ത്യനാളിലുള്ള ഷഫാഅത്താണ്. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൗസറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന ആഅതൈനാക അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തീർച്ചയായും നാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അൽ കൗസർ, കൗസറിനെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം എന്ന് പറയണേ? നിങ്ങൾക്ക് നാം കൗസറിനെ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാം ധാരാളം നന്മ നൽകിയിട്ടുണ്ട്. പിന്നെ സ്വർഗത്തിൽ കൗസർ എന്ന് പറയുന്ന നദി നൽകിയിട്ടുണ്ട്. പിന്നെ മഹ്ശറിൽ ഹൗള് നൽകിയിട്ടുണ്ട്. ദുനിയാവിൽ വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. ദുനിയാവിൽ ഇസ്ലാം നൽകിയിട്ടുണ്ട്. നുബൂവത്ത് നൽകിയിട്ടുണ്ട്. റിസാലത്ത് നൽകിയിട്ടുണ്ട്. അല്ലേ? അതേപോലെ തന്നെ ഷഫാഅത്ത് റസൂലുള്ളാഹിക്കുണ്ട്. അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയതായ നന്മയാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം, ഇന്ന ആഅതൈനാകൽ കൗസർ, പ്രവാചകരെ താങ്കൾക്ക് നാം ധാരാളം നന്മ നൽകിയിട്ടുണ്ട്. ആ നന്മയിൽപ്പെട്ടതാണെന്ത്? നഹർ, കൗസർ. അതിൽപ്പെട്ടതാണെന്ത്? ഹൗദ്. അതിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അതിൽപ്പെട്ടതാണ് ഇസ്ലാം. അതിൽപ്പെട്ടതാണ് നുബൂവത്ത്. അതിൽപ്പെട്ടതാണ് റിസാലത്ത്. അല്ലേ? ഉണ്ടോ? അപ്പോൾ എല്ലാം എന്ത് ചെയ്ത് ഇതിൽപ്പെട്ട്, മനസ്സിലായി? എല്ലാം ഇതിൽപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൗസറാണ്. പിന്നെ ഹൗദാണ്. പിന്നെ അതേപോലെ വിശുദ്ധ ഖുർആൻ. ഇതൊക്കെ ഇന്ന അഅതൈനാകൽ കൗസർ. കൗസർ കിട്ടി, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതുകൊണ്ട് എന്താ വേണ്ടത്? ഇനി അള്ളാഹുവിൻ്റെ ഒരു നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എങ്കിൽ ആ നന്മക്ക് എന്ത് ചെയ്യണം? അള്ളാഹിനോട് ശുക്ർ ചെയ്യണം. ഫസല്ലി ലി റബ്ബിക് വൻഹർ. ഫസല്ലി ലി റബ്ബിക്. ഫ എന്ന് പറഞ്ഞെങ്കിൽ തഫ്രീഇൻ്റെ ഫ എന്നാണ് അതിന് ചില പിന്നെ തഫ്സീറുകളിലുള്ളത്. അതിനെ തുടർന്ന് ഇനി റസൂൽ ചെയ്യേണ്ടത് എന്താണ്? സ്വല്ലി. സ്വല്ലി എന്ന് പറഞ്ഞാൽ എന്താ? താങ്കൾ നമസ്കരിക്കുക. താങ്കൾ നമസ്കരിക്കുക. അവിടെ താങ്കൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റസൂൽ ഇതുവരെ നിസ്കരിക്കണില്ല, ഇനി നിസ്കാരം തുടങ്ങാനാ? അല്ല. പിന്നെ ആ കൽപ്പന മുദാവമത്തിനെയാണ് അറിയിക്കുന്നത്. മുദാവമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരം അത് നിത്യമാക്കുക. ഫസല്ലി, നിസ്കാരം നിത്യമാക്കുക. ആർക്ക്? ലി റബ്ബിക്. ലി റബ്ബിക് എന്ന് പറഞ്ഞാൽ എന്താ? താങ്കളുടെ റബ്ബിന്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് ആര്? റബ്ബ്. താങ്കളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ റബ്ബിന്, അള്ളാഹുവിന് സല്ലി, താങ്കൾ നമസ്കരിക്കുക. സല്ലി എന്നുള്ളത് കൽപ്പനക്രിയയാണ്. സ്വല്ല എന്നുള്ളതാണ് അതിൻ്റെ ഭൂതകാലക്രിയ. സല്ലി എന്ന് പറഞ്ഞാൽ താങ്കൾ നമസ്കരിക്കുക. യാ കളഞ്ഞു പോയി, ജിസ്മിന് വേണ്ടി എന്ന് പറയും. ഫസല്ലി ലി റബ്ബിക് വൻഹർ. വൻഹർ നഹ്റ എന്ന് പറഞ്ഞാൽ എന്താ? നഹ്റ എന്ന് പറഞ്ഞാൽ അറുത്തു. അതിൻ്റെ കൽപ്പനക്രിയാണ് ഇൻഹർ, അറുക്കൂ. വാവാത്തിൻ്റെത് വൻഹർ, അറുക്കുകയും ചെയ്യുക. ഇവിടെ നഹ്റ എന്നും ദബഹ എന്നും പറയും. അല്ലേ? അർത്തു എന്നുള്ളതിന് ദബഹ എന്ന് പറയും, നഹ്റ എന്ന് പറയും. നഹ്റ എന്നുള്ളതുണ്ടല്ലോ, ആ അറിവ് പ്രത്യേക അറിവാണ്. ഒട്ടകത്തിന് അറക്കണീനാണ് നഹ്റ എന്ന് പറയുക. പൊതുവിൽ കൂടുതലായി ഒട്ടകത്തിന് എങ്ങനെ അറക്കുക? പോത്തിന് അറക്കുമ്പോഴല്ല, അല്ലെങ്കിൽ ആടിനെ അറക്കുമ്പോഴല്ല ഒട്ടകത്തിന് അറക്കൽ. പിന്നെയോ പോത്തിന് എങ്ങനെ അറക്കൽ? നമ്മൾ കെട്ടിയിട്ട് തള്ളിയിട്ട് അതിൻ്റെ ഈ പിന്നെ ഈ ഹൽക്കൂം ഔദാജും ഹൽക്കൂം എന്ന് പറയാം. ഈ അന്നനാളവും അതേപോലെ ശ്വസനനാളവും ഇത് രണ്ടും അറുത്തിട്ടാണ് എന്ത് ചെയ്യുക? ദബഹ്. അല്ലേ?
അതാണ് ദബഹ്. നഹറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിൻ്റെ ഗളത്തിൽ കുത്തിയിട്ടാണ് ഒട്ടകത്തിനെ അറുക്കുക. കഴുത്തിൽ ഇവിടെ താഴെ ഒട്ടകത്തിൻ്റെ പിന്നെ കഴുത്തിലുണ്ടല്ലോ ഈ ഗളത്തിൽ കുത്തിയിട്ടാണ് അറുക്കുക. അതെന്തിന്? പിന്നെ പശുവിനെയും ആടിനെയൊക്കെ അറുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കഴുത്ത് നീളല്ല, അവന് വേഗം ചെയ്യും, ചോര ഒഴുകിയിട്ട് അത് പെട്ടെന്ന് മരിക്കും. അതേസമയം ഒട്ടകം അങ്ങനെയല്ല, ഒട്ടകത്തിൻ്റെ കഴുത്ത് നീണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ മുകളിൽ അറുത്തിട്ടുണ്ട് എങ്കിൽ രക്തമൊക്കെ പോയി തീരാൻ ടൈം വൈകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ത്? ഫൈദാ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ, അറുക്കുകയാണെങ്കിൽ അറിവ് മാന്യാക്കണം, നന്നാക്കണം. അതുകൊണ്ട് തന്നെ കത്തി മൂർച്ച കൂട്ടാൻ പറഞ്ഞ് വൽ യുരിഹ് ദബീഹതഹു, അറുക്കണ മൃഗത്തിന് റാഹത്ത് നൽകാൻ പറഞ്ഞു. പെട്ടെന്ന് അതിൻ്റെ ജീവൻ പോകണം, പെട്ടെന്ന് ജീവൻ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പശു, ആട് ഇതിനൊക്കെ ദബഹ് അറക്കണം. ഒട്ടകത്തിന് എന്ത് ചെയ്യണം? നെഹർ ചെയ്യണം, അതിൻ്റെ ഗളത്തിൽ കുത്തിയിട്ട് അറക്കണം. അപ്പോൾ പെട്ടെന്ന് ചോര പോയി ശ്വാസം പോയിട്ടത് മരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പിന്നെ വൻഹർ എന്നാണ് പറഞ്ഞത്, അറക്കാൻ, അറിവിനാണ് പറഞ്ഞത്. അറക്കുകയും ചെയ്യുക. ഈ പ്രയോഗത്തിൽ വരുന്നത് എന്താണ്? ഒട്ടകത്തിനെ അറക്കാനാണ്. പക്ഷേ അവിടെ ഉദ്ദേശം ഒട്ടകവും ആട്, മാട് ഇതൊക്കെ ഉദ്ദേശമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹ്ക്ക് നമസ്കരിക്കാൻ പറയണം. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് എന്ത്? നിസ്കാരം. നിസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. അതേപോലെ തന്നെ അറിവിൻ്റെ പ്രാധാന്യവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി, നിങ്ങൾ വർഷാവർഷം റസൂലുള്ളാഹി ഉദ്ഹിയ ഇറക്കും. അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിവ് നടത്തിയതിൻ്റെ മാംസം വിതരണം ചെയ്യാറുണ്ട്, സാധുക്കൾക്ക് വിതരണം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മൃഗത്തേക്ക് അറുക്കുകയാണ് എങ്കിൽ ഖദീജയുടെ സഹോദരികൾക്ക് കൊടുത്തയക്കാറുണ്ട് എന്ന് പറയുന്നു. ഖദീജയുടെ സഹോദരിമാരെ റസൂലുള്ളാഹി പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് അവർക്ക് മാംസം കൊടുത്തയക്കാറുണ്ട്. അതെന്താ അറിയിക്കണത്? റസൂലുള്ളാഹി അറക്കാറുണ്ട് എന്നാണ്. മനസ്സിലായി? മാത്രമല്ല റസൂലുള്ളാഹി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരികളെ പരിഗണിക്കാറുണ്ട് ആ അറിവിൻ്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതേപോലെ റസൂലുള്ളാഹി ഹജ്ജ് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി 100 ഒട്ടകങ്ങൾ കൊണ്ടുവരപ്പെട്ടു. അതിൽ 63 ഒട്ടകങ്ങളെ റസൂലുള്ളാഹി എന്ത് ചെയ്ത്? സ്വന്തം കൈകൊണ്ട് അറുത്ത്. അതാണ് വൻഹർ, നെഹറിൻ്റെ അതാണ്. സ്വന്തം കൈകൊണ്ട് റസൂലുള്ളാഹി 63 ഒട്ടകങ്ങളെ അറുത്ത്. ബാക്കി ഒട്ടകങ്ങളെ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അറുത്ത്. അതേപോലെ ഹുദൈബിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപരോധിക്കപ്പെട്ടപ്പോൾ ഉംറ ചെയ്യാൻ കഴിയാതെ റസൂലുള്ളാഹി ഹുദൈബിയയിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബലിമൃഗങ്ങളെ അറക്കുകയുണ്ടായി. അതിൻ്റെ മാംസം സാധുക്കൾക്കിടയിൽ വിതരണം ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ്. പിന്നെ കുട്ടികളുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ അറക്കുക? അഖീഖയെ അറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ കുട്ടി ഉണ്ടായപ്പോൾ 2 ആടുകളെ അറുത്തു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുസൈൻ കുട്ടി ഉണ്ടായപ്പോഴും പിന്നെ ആടുകളെ അറുത്തത് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. പിന്നെ അറക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് കാണുവാൻ സാധിക്കും. അതേപോലെ ഉദ്ഹിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്ന ആ വർഷങ്ങൾ 10 വർഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഹിയ അറുത്തിരുന്നു എന്ന് പിന്നെ സഹിഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതും പിന്നെ 2 കബിഷ് ദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബിഷൈനി അംലഹൈനി അഖ്റനൈനി മൗജിയൈനി ഖസിയൈൻ എന്നൊക്കെ ഹദീസിൽ കാണാം. തടിച്ച നല്ല പിന്നെ കൊഴുത്ത ഉടച്ച 2 നല്ല മുഴുത്ത ആടുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഹിയ അറുത്തു എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് കൽപ്പിച്ചു. അത് ആ കൽപ്പന ശിരസ വഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫസല്ലി ലിറബ്ബിക, അതിൻ്റെ ഉദാഹരണം നമ്മൾ പറയേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 വക്ത് ഫർദല്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐച്ഛിക നമസ്കാരങ്ങൾ റവാത്തിബായി, ഇതര നാഫിലത്തുകളായി, ദുഹയായി, ഖിയാമുൽ ലൈലായി, വിത്റായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുകയും കാലിൽ നീര് വരുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ച് അഫല അകൂനു അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള ദാസനാവണ്ടേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അനുബന്ധമായി ചോദിക്കുകയും ചെയ്ത് കാണാൻ സാധിക്കും. കണ്ടോ, അള്ളാഹു റസൂലുള്ളാഹിക്ക് കൊടുത്തതിനെ കുറിച്ചല്ലേ പറയുന്നത്, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. അതുകൊണ്ട് തന്നെ ആ ധാരാളം നന്മ കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു ദാസനായിട്ടാണ് ഈ ദുനിയാവിൽ പരിലസിച്ചത്, ജീവിച്ചത് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ആലോചിക്കണം. നമ്മളൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ എത്ര ഖൈറാത്തുകളുണ്ട് നമുക്ക്. അള്ളാഹു നമുക്ക് എത്ര ഖൈറുകൾ നൽകിയിട്ടുണ്ട്.
അള്ളാഹു നമുക്കിവിടെ ആയുസ്സിട്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യം നൽകി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദീന് നൽകി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പിന്നെ ഇണകളെ നൽകി, മക്കളെ നൽകി, ജോലി നൽകി, ജീവിതം പിന്നെ സുഖദായകമായ രീതിയിൽ കൊണ്ടുപോകുവാനുള്ള ഭൗതിക വിഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. എത്ര ഖൈറാത്തുകൾ, മനസ്സിലായില്ലേ? അതൊക്കെ പിന്നെ കിട്ടിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമുക്കും എന്തുണ്ടായിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിച്ചിട്ടുള്ള ഒരു ജീവിതം അതുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദിയ നമ്മൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ. തയ്യിബ്. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. ഇന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ തീർച്ചയായും. ഷാനിഅക് എന്ന് പറഞ്ഞാൽ ഷനാ എന്നുള്ളതിൽ നിന്നാണ് അത് വന്നത്. ഷനാഅത്ത് എന്ന് പറഞ്ഞാൽ ബുഗ്ദ്, ദേഷ്യം എന്നർത്ഥം. ബുഗ്ദ്. ഷാനി എന്ന് പറഞ്ഞാൽ ഇസ്മു ഫായിലാണ്. മുബ്ഗിദ് എന്നർത്ഥം. മുബ്ഗിദ്, നിങ്ങളോട് ദേഷ്യം വെക്കുന്നവൻ, നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്നവൻ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തുന്നവൻ. ഇന്ന ഷാനിഅക്, നിങ്ങളോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവൻ, ദേഷ്യം വെക്കുന്നവൻ. ഹുവൽ അബ്തർ. എന്താ ഹുവൽ അബ്തർ? അവനാകുന്നു അൽ അബ്തർ. അവനാകുന്നു വാലറ്റവൻ, അല്ലെങ്കിൽ ഗുണം കെട്ടവൻ, അല്ലെങ്കിൽ അനന്തരമെടുക്കുവാൻ ഒരു പിന്നെ ശേഷക്കാരനില്ലാത്ത വിധം പിന്നെ ഈ ദുനിയാവിൽ തുലഞ്ഞവൻ, നശിച്ചവൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. ഇവിടെ ഈ ഇന്നക്ക് തീർച്ചയായും എന്നർത്ഥമുണ്ട്, അതാണ് തൗക്കീദ്. അതേപോലെ തന്നെ ഈ ഇന്നക്ക് തഅലീലിൻ്റെ അർത്ഥമുണ്ട്, കാരണം എന്നർത്ഥമുണ്ട്. മനസ്സിലായോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന ആതൈനാക്കൽ കൗസർ, പ്രവാചകരെ നിങ്ങൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു, ഫസല്ലി ലി റബ്ബിക വൻഹർ, അതിനാൽ നിങ്ങൾ ആ കൗസർ ലഭിച്ചു, അള്ളാഹ്ക്ക് നമസ്കരിക്കുക, അള്ളാഹുവിന് വേണ്ടിയിട്ട് അറക്കുകയും ചെയ്യുക. എന്നിട്ട് അള്ളാഹ് പറയുന്നത് ഇന്ന ഷാനിഅക, കാരണം തീർച്ചയായും എന്നുള്ള അർത്ഥമുള്ളതോടൊപ്പം കാരണം, ഇന്ന ഷാനിഅക, നിങ്ങളെ പിന്നെ എന്താ നിങ്ങളോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവൻ, അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടുത്തുന്നവൻ, അവനാകുന്നു ആര്? ഹുവൽ അബ്തർ. അൽ അബ്തർ. അബ്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പിന്നെ അനന്തരം എടുക്കാൻ ഒരു ശേഷക്കാരനില്ലാത്ത വിധം വാലറ്റവൻ, അതേപോലെ തന്നെ ഗുണം കെട്ടവൻ, പേര് പോയവൻ എന്നൊക്കെ ഇതിനർത്ഥം പറയാം. ഉദ്ദേശാർത്ഥം ഇവിടെ ഈ ഹുവ ഉണ്ടാവും. ഇന്ന ഷാനിയക്കൽ അബ്തർ പറഞ്ഞാൽ മതി. ഇന്ന ഷാനിയക്ക്, നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്നവൻ, അവനാണ് അൽ അബ്തർ, അല്ലേ? അബ്തർ. ഈ ഹുവ ഇവിടെ ഏറെ വന്ന്, അതിനെ ഏറെ വന്നത് അത് അവനെ ഉറപ്പിക്കാനാണ്. അൽ ആസി ഇബ്നു വായിൽ, അതേപോലെ തന്നെ അബൂജഹൽ, ഉഖ്ബ ഇബ്നു അബി മുഅയ്ത് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാണോ വിഷമിപ്പിച്ചത്, അബൂലഹബ് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തിയവർ, ബുദ്ധിമുട്ടിച്ചവർ, അവരാണ് അൽ അബ്തർ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? ഇവിടെ തീർപ്പാക്കാണ് ഈ ഹുവൽ അബ്തർ കൊണ്ടുവന്നിട്ട്. ഹുവൽ അബ്തർ എന്നുള്ളത് കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി, നിങ്ങൾ റസൂൽ ഒരിക്കലും അൽ അബ്തർ അല്ല. ഒരാൾക്ക് ഉണ്ടായില്ല എന്നോ അല്ലെങ്കിൽ ആൺമക്കൾ ജീവിച്ചില്ല എന്നുള്ളത് ഒരിക്കലും എന്തല്ല, അയാൾക്ക് ഒരു പ്രശസ്തി കുറവല്ല, പോരായ്മയല്ല, ഒരിക്കലും. അബദൻ. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിൻ്റെ പേരും പ്രശസ്തി നോക്കി നിങ്ങൾ അള്ളാഹു ഉയർത്തിയത്. എങ്ങനെ ഉയർത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയപ്പെടാത്ത ഒരു സമയം ഈ ദുനിയാവിലില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസ്മരിക്കപ്പെടാത്ത ഒരു സമയം ഈ ദുനിയാവിലില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനത്തിൻ്റെ 1-ാം പകുതി പറഞ്ഞാൽ തൊട്ട് പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത് ഉച്ചസ്ഥരം ലോകത്ത് പറയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തല്ല ഒരിക്കലും അബൂതർ അല്ല. പിന്നെ റസൂലുള്ളാഹി അൽ കൗസർ നൽകപ്പെട്ട റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ അനുസ്മരിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി റസൂലുള്ളാഹി അനുസ്മരിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത് ജീവിതമാക്കിയിട്ട് മുസ്ലിം ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നു? അനുസ്മരിക്കുന്നു. അങ്ങനെ ഒരു മഹത്വവും പേരും പെരുമയും അതായിരിക്കേ ഉള്ളൂ
മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങൾക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആരാ നോക്കി നിങ്ങൾ, അബൂജഹലിന് ആരാ ഉണ്ടായത്? അബൂജഹലിൻ്റെ മക്കളിൽ ഇക്രിമ ശേഷിച്ചു, ഇക്രിമ മുസ്ലിമായി, അങ്ങനെ അബൂജഹലിൻ്റെ വാലറ്റ് അല്ലേ. അബൂലഹബിൻ്റെ മകൻ ഉതൈബ, അബൂലഹബ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പണി തീർന്ന് മുശ്രിക്കായി. പിന്നെ മിഅ്തബും അതേപോലെ ഉത്ബയാണ്, അവർ രണ്ടാളും ഇസ്ലാം സ്വീകരിച്ച്. അബൂലഹബിന് പിന്നെ അതോടുകൂടി വാലറ്റ് അല്ലേ. അൽ ആസ് ഇബ്നു വായിലിൻ്റെ മകനാണ് അംർ ബിൻ ആസ്. ഹിഷാം ബിൻ അൽ ആസും ഉണ്ടായിരുന്നു, അംർ ബിൻ ആസും ഉണ്ടായിരുന്നു അല്ലേ. ഹിഷാം ബിൻ ആസ് കഴിഞ്ഞ് ജീവിച്ചില്ല. പിന്നെ അംർ ബിൻ ആസാണ് ജീവിച്ചത്. അംർ ബിൻ ആസ് ഇസ്ലാം സ്വീകരിച്ച്. അതോടുകൂടി അൽ ആസ് ഇബ്നു വായിൽ എന്തായി? അറ്റ്. മനസ്സിലായോ? അതേപോലെ പിന്നെ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്തിൻ്റെ മക്കളിൽ ഉമ്മു കുൽസും ബിന്ത് ഉഖ്ബ, അവർ ഇസ്ലാം സ്വീകരിച്ചു. അവർ പിന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കുട്ടിയായിരിക്കുകയാണ് ഇത് ഇസ്ലാം സ്വീകരിച്ചിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നത്. മനസ്സിലായി? ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്ത് ബദറിനെ തുടർന്ന് കൊല്ലപ്പെട്ടു. ഒക്കെ എന്തായി? ഈ ദുനിയാവിൽ അവർ പിന്നെ പിൽക്കാലത്ത് മോശമായി അനുസ്മരിക്കപ്പെടും വിധമല്ലാതെ അവർ ചരിത്രത്തിൽ ശേഷിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതാണ്. ഒരു ചരിത്രം പിന്നെ ഞാൻ വായിച്ചവിടെ ശ്രദ്ധയാണ്, അതിവിടെ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. പിന്നെ ഇമാം സുഹ്രി, മുഹമ്മദ് ഇബ്നു ഷിഹാബിന് സുഹ്രി പിന്നെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ്റെ അടുക്കൽ പ്രവേശിച്ച ഒരു ചരിത്രമുണ്ട്. ഇമാം സുഹ്രി അറിയപ്പെട്ട ഹദീസ് പണ്ഡിതൻ മുഹമ്മദ് ഇബ്നു ഷിഹാബ് അസുഹരി. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അമവി ഖലീഫയാണ്. അബ്ദുൽ മലിക്കിൻ്റെ അടുക്കൽ പ്രവേശിച്ച്. അപ്പോൾ അബ്ദുൽ മലിക്ക് പിന്നെ സുഹരിയോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ എവിടുന്നാണ് വരുന്നത് ചോദിച്ചു സുഹരിനോട്. അപ്പോൾ സുഹരി പറഞ്ഞു, ഞാൻ മക്കയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുൽ മലിക്ക് ചോദിച്ചു സുഹരിയോട്, മക്കയിൽ ആരാണ് അവിടെ പിന്നെ ഒരു നായകൻ? ആർക്കാണ് ലീഡർഷിപ്പ്, നായകൻ ആരാണ്? അപ്പോൾ സുഹരി പറഞ്ഞു, അവിടെ അതാ ഇബ്നു അബി റബാഹാണെന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുൽ മലിക്ക് ചോദിക്കുകയാണ്, അതാ ഇബ്നു റബാഹ് അറബിയാണോ അതോ മൗലയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ മൗലയാണെന്നാണ്. എന്താ ഈ മൗലാറിന? അടിമ. സയ്യിദന്മാർ മോചനം നൽകിയ അടിമകൾക്കാണ് എന്ത് പറയുക? മൗല എന്ന് പറയാം. അപ്പോൾ അയാൾ അതാ മൗലയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അബ്ദുൽ മലിക്ക് ചോദിക്കുകയാണ്, ബിമസാദ, എന്തുകൊണ്ടാണ് ഒരു മൗലയായ അതാഇന് നേതൃത്വം കിട്ടിയത്? അപ്പോൾ സുഹരിയുടെ മറുപടി ബി ദിയാനത്തിഹി വരിവായത്തിഹി. അതാണ് ബി ദിയാനത്തിഹി. എന്താ ദിയാനത്ത്? ദീനി നിഷ്ഠ. ബി ദിയാനത്തിഹി വ റിവായത്തിഹി. ദിയാനത്താണ് ദീനി നിഷ്ഠ. റിവായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദീനി നിഷ്ഠയും ഇവിടെ ഉദ്ദേശം ഇൽമാണ്, അറിവ്, വിജ്ഞാനം. ദീനി നിഷ്ഠയും വിജ്ഞാനവുമാണ് മൗലയായ അടിമയായ അതാഇന് മക്കയുടെ നേതൃത്വം ലഭിക്കാൻ കാരണം എന്ന് സുഹരി അബ്ദുൽ മലിക്കിനോട്. അപ്പോൾ ഉടനെ അബ്ദുൽ മലിക്കിൻ്റെ അടുത്ത ചോദ്യം, യമനിൽ ആർക്കാണ് പദവി, നേതൃപദവി? അപ്പോൾ സുഹരി പറഞ്ഞു, അവിടെ താവൂസ് ഇബ്നു കൈസാനാണ്. അപ്പോൾ അബ്ദുൽ മലിക് ചോദിച്ചു, അയാൾ മൗലയാണ് അറബിയാണ്? അപ്പോൾ പറഞ്ഞു, അത് മൗലയാണ്. താവൂസ് ഇബ്നു കൈസാൻ മൗലയാണ്, അടിമയാണ്. അപ്പോൾ ബിമസാദ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നേതൃപദവി കിട്ടിയത്? അപ്പോഴും പറഞ്ഞു, ബിമസാദഹു ബിഹി അതാ എന്തുകൊണ്ടാണ് നേതൃത്വത്തിൽ വന്നത്? അതുകൊണ്ടാണ്. ദിയാനത്തും റിവായത്തും കൊണ്ടാണ്, അറിവ് കൊണ്ടും ദീനി നിഷ്ഠ കൊണ്ടാണ്. അപ്പോൾ ഉടനെ അബ്ദുൽ മലിക്കിൻ്റെ അടുത്ത ചോദ്യം, പിന്നെ അഹ്ലുൽ ജസീറയെ ആരാണ് നയിക്കുന്നത്? ജസീറ, അറബിൻ ഉപദ്വീപിൻ്റെ വിവിധ ഭാഗങ്ങൾ, അഹ്ലുൽ ജസീറ. അപ്പോൾ ഉടനെ സുഹരി പറഞ്ഞു, അത് മൈമൂൻ ഇബ്നു മെഹ്റാനാണ്. മൈമൂൻ ഇബ്നു മെഹ്റാൻ, ഇമാമുൽ ആമഷിൻ്റെ പേരാണ് മൈമൂൻ ഇബ്നു മെഹ്റാൻ. മൈമൂൻ ഇബ്നു മെഹ്റാൻ അൽ ആമഷ് അല്ല, അസ്തഗ്ഫിറുല്ലാ, ആമഷിൻ്റെ പേര് സുലൈമാൻ ഇബ്നു മെഹ്റാൻ. മൈമൂൻ ഇബ്നു മെഹ്റാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൻ്റെ ഒരു ശിഷ്യനാണ്, മൗലയാണ്. മൈമൂൻ ഇബ്നു മെഹ്റാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അബ്ദുൽ മലിക് ചോദിക്കുകയാണ്, അത് മൗലയാണ് അറബിയാണ്? അപ്പോൾ അതും മൗലയാണ്, അടിമയാണ്. ജസീറയെ നയിക്കുന്ന ആളെക്കുറിച്ച് പറയാണ്, അതും അടിമയാണ്. അപ്പോൾ ഉടനെ അബ്ദുൽ മലിക് ചോദിച്ചു, ആരാണ് മിസ്ർ ഭരിക്കണത്? മിസ്റിൻ്റെ നേതൃത്വം ആർക്കാണ്?
അപ്പോൾ പറഞ്ഞത് യസീദ് ഇബ്നു അബി ഹബീബാണ്, യസീദ് ഇബ്നു അബി ഹബീബാണ്. അപ്പോൾ ഉടനെ ചോദിക്കുകയാണ് അബ്ദുൽ മലിക്ക്, അതും മൗലയാണോ അറബിയാണോ? അപ്പോഴും പറഞ്ഞു അതും മൗലയാണ്, യസീദ് ഇബ്നു അബി ഹബീബും മൗലയാണ്. അപ്പോൾ ഉടനെ പിന്നെ അബ്ദുൽ മലിക്കിൻ്റെ ചോദ്യം, ഖുറാസാൻ അവിടെ നേതൃത്വം ആരിക്കാണ്? ഖുറാസാൻ. അപ്പോൾ പിന്നെ സുഹരി പറഞ്ഞു അവിടെ ദഹാഖ് ഇബ്നു മുസാഹിമാണ്, ദഹാഖ് ഇബ്നു മുസാഹിബാണ്. അപ്പോൾ ഉടനെ അബ്ദുൽ മലിക്കിൻ്റെ ചോദ്യം, അത് അറബിയാണോ മൗലയാണ്? അപ്പോൾ അതും മൗലയാണ്, അതും മൗലയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ബസറ ആരുടെ നേതൃത്വത്തിലാണ്? അപ്പോൾ പറഞ്ഞത് ഇമാം ഹസൻ അൽ ബസരിയുടെ നേതൃത്വത്തിലാണ്. ഇമാം അൽ ഹസൻ അൽ ബസരിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ചോദിക്കണം അത് മൗലയാണ് അത് അറബിയാണ്? അപ്പോൾ പറയണം അതും മൗലയാണ്. അപ്പോൾ പിന്നെ അബ്ദുൽ മലിക് അവസാനത്തെ ചോദ്യം, കൂഫ ആരുടെ കീഴിലാണ്, നേതൃത്വത്തിലാണ്? അപ്പോൾ സുഹരി പറഞ്ഞു അത് ഇബ്രാഹിം നഖഈയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ചോദിച്ചു അത് മൗലയാണ് അറബിയാണോ? അപ്പോൾ പറഞ്ഞു അത് അറബിയാണ്, ഇബ്രാഹിം നഖഈ അറബിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അബ്ദുൽ മലിക്കിന് ഭയങ്കര ആശ്ചര്യം. നോക്കി നിങ്ങൾ, മക്കയിൽ, യമനിൽ, ജസീറയിൽ, ഈജിപ്തിൽ, ഖുറാസാനിൽ, ബസറയിലൊക്കെ മൗലകളാണ് നേതൃത്വത്തിൽ, അറബികളല്ല. അപ്പോൾ അബ്ദുൽ മലിക്ക് പിന്നെ സുഹരിനോട് തൻ്റെ വിഷമം പറയാണ്, അറബികൾ പിന്നോട്ടായാണ്, മൗലകൾ മുന്നോട്ടായാണ്. വിഷമം പറഞ്ഞപ്പോൾ ഇമാം സുഹരി പറഞ്ഞ മറുപടി ഉണ്ട്. ആ മറുപടി എന്താണ്? ഇന്നഹുദ്ദീൻ മൻ ഹഫിളഹു സാദ് വമൻ ദയ്യഅഹു സഖത്ത്. എന്താ ഇമാം സുഹരി പറയാണ്, ഇന്നഹുദ്ദീൻ, അവരെ ഉയർത്തിയതും ഇവരെ താഴ്ത്തിയതും ദീനാണ്. മൻ ഹഫിളഹു, ആര് ദീനിനെ പിടിച്ചോ സൂക്ഷിച്ചോ, സാദ, അവൻ നയിക്കും. വമൻ ദയ്യഅഹു, ആര് ദീനൊക്കെ പാഴാക്കിയോ, സഖത്ത്, അവൻ എന്ത് ചെയ്യും? അവൻ വീഴും ചെയ്യും. അപ്പോൾ ദീനാണ്, ദീനി നിഷ്ഠയാണ്, ദിയാനത്തും റിവായത്തുമാണ് നേതൃത്വത്തിലെത്താൻ കാരണീയം. മനസ്സിലായില്ലേ? അത് ആർക്കുണ്ടോ കുറേ റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല. പിന്നെയോ താനേ വരും. അതേസമയം ഇത് രണ്ടും ആർക്കില്ലേ, എത്ര ആരും ഓടിയിട്ട് കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൗസറേകി. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൗസറേകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിയായിട്ടുള്ള, അതേപോലത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സമർപ്പണം, മനസ്സിലായില്ലേ? അതൊക്കെ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചിട്ടുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഔദാര്യമാണ്. അത് വർദ്ധിക്കാനും നിലനിൽക്കാനും അതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കാനാണ് ഫസല്ലി റബ്ബിക് വൻഹർ. ആരാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരെ, ഉയർത്തിയവരെ താഴ്ത്താനും ഒതുക്കാനും ശ്രമിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. മനസ്സിലായോ? ഇത് ഈ സൂറത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഏത് സൂറത്തുൽ മാഊൻ അല്ലേ? ഇതിൽ എന്തെങ്കിലും ഇഷ്കാലുണ്ടോ? അറിവിനും പ്രാധാന്യമുണ്ട്. കേവലം അറക്കാൻ വേണ്ടിയിട്ടല്ല അറിവുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫകുലു മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക, അഗതികൾക്കും അതേപോലെ തന്നെ അശരണർക്കും നിങ്ങൾ അതിൽ നിന്ന് തീറ്റുകയും ചെയ്യുക. അതേപോലെ മറ്റൊരിടത്തുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫകുലു മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക, ബായിസിനും ഫക്കീറിനും, നിർധനനും അതേപോലെ തന്നെ ദുർബലനും നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അനുവർത്തിക്കുകയും റസൂലുള്ള അത് പ്രായോഗികമായി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മൃഗബലി അത് പുണ്യകർമ്മമാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച രീതിയിൽ അത് അറുത്ത് അതിൻ്റെ വിനിയോഗം നടക്കുമ്പോൾ അത് പുണ്യമാണ്. അതേസമയം മൃഗബലി മാത്രമല്ല ഇസ്ലാമിലുള്ളത്. ഇസ്ലാമിൽ പിന്നെ ധാന്യങ്ങൾ ദാനമായി നൽകാം, നാണയങ്ങൾ ദാനമായിട്ട് നൽകാം, മനസ്സിലായി, വസ്ത്രങ്ങൾ നൽകാം. അതൊക്കെ വിശുദ്ധ ഖുർആനിലെ അതിന് മാറ്റഞ്ഞല്ലേ, കൽപ്പനകളില്ലേ. ഏത് ഇവിടെ അറക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ അറക്കുക. നേർച്ച പിന്നെ നേർച്ച ആക്കിയിട്ട് അറക്കണ അറിവുണ്ട്. ഇവിടെ പിന്നെ നേർച്ച ആക്കുക എന്നുള്ളതല്ല, ഫസല്ലി റബ്ബിക്ക്, റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും വൻഹർ എന്നുള്ളതിന് മറ്റൊരു തഫ്സീർ പ്രമുഖമായിട്ടുള്ളത് എന്ന് വെച്ചാൽ നമസ്കാരത്തിൽ നെഞ്ചിൽ കൈകെട്ടുക,
വൻഹർ നെഹർ എന്ന് പറഞ്ഞ ഈ ഭാഗമാണ്, നെഞ്ചിൻ്റെ ഭാഗത്ത് കൈകെട്ടുകയും ചെയ്യുക എന്ന് പല മുഫസ്സിരീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ ചില അസറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രാമാണികരായ പല പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ അറിവാണ് ഉദ്ദേശം. പിന്നെ കൈകെട്ടുക എന്നുള്ളതല്ല, നിസ്കാരത്തിൽ കൈകെട്ടുമ്പോൾ നെഞ്ഞത്താണ് കൈകെട്ടേണ്ടത് എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ ഒപ്പം നിസ്കരിച്ച വായിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട്, ഞാൻ റസൂലുള്ളാഹിൻ്റെ പിന്നിൽ നിസ്കരിച്ചപ്പോൾ റസൂലുള്ളാഹി വലത് കൈ ഇടത് കൈയിന്മേൽ നെഞ്ചിൽ വെച്ച് നിസ്കരിച്ചു എന്ന ഹദീസുണ്ട്. മനസ്സിലായില്ല? പക്ഷേ ഈ ആയത്തിന് നഹറിൽ കൈകെട്ടുക എന്ന അർത്ഥം പറഞ്ഞ പിന്നെ മുഫസ്സിരീങ്ങളുടെ ചില സഹാബികൾ അങ്ങനെ അഭിപ്രായപ്പെട്ടതായിട്ടും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രാമാണികരായ പലരും ആ ഒരു തഫ്സീറിനെ ഇവിടെ പരിഗണിച്ചിട്ടില്ല. ഇവിടെ ഫസല്ലി റബ്ബിക്ക് റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും വൻഹർ അറക്കുകയും ചെയ്യുക എന്നുള്ളതിന് ചിലർ, ഇപ്പോൾ ഇബ്നു തൈമിയ പോലുള്ളതായ പണ്ഡിതന്മാരിൽ, അങ്ങനത്തെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് ഇവിടെ ഉദ്ദേശം പെരുന്നാൾ നിസ്കാരമാണ്. ഫസല്ലി റബ്ബിക്ക് റബ്ബിന് വേണ്ടിയിട്ട് നീ പെരുന്നാൾ നമസ്കരിക്കുകയും വൻഹർ അതിനെ തുടർന്ന് ഉദുഹിയ അറക്കുകയും ചെയ്യുക. അതായത് നിസ്കാരത്തെ തുടർന്നാണ് എന്ത് വേണ്ടത്, അറിവ് വേണ്ടത്. മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൽപ്പനക്ക് ഫസല്ലിൽ റബ്ബിക്ക് റബ്ബിന് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളത് പെരുന്നാൾ നിസ്കാരമാണ്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം നിർബന്ധമാണ്, വൻഹർ അറിവ് നിർബന്ധമാണ് എന്നൊക്കെ ഇതിൽ നിന്ന് മസാല പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഇവിടെ പെരുന്നാൾ നിസ്കാരം മാത്രം ആക്കാൻ, അതേപോലെ ഇവിടെ ഉദ്ഹിയ മാത്രം ആക്കാൻ എന്തില്ല, അതിനേതായ വിലപ്പെട്ട തെളിവില്ല. അഖീഖയ്ക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിലുള്ള അറിവില്ലേ, അതിന് ആടാണ് ഉത്തമം, അതിൽ ഇഷ്കാലില്ല, ഉത്തമം ആട് തന്നെയാണ്. പക്ഷേ ആടല്ലാത്തൊരു മൃഗത്തെ അറുത്താൽ അത് മതിയാകുമോ, പരിഗണനീയമാണോ എന്നുള്ളതാണ്. കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ റസൂലുള്ള പറഞ്ഞിട്ട് ഫഅഹ്രീഖു അൻഹു ദമ, നിങ്ങളതിന് ഒരു മൃഗത്തെ അറക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു കൽപ്പന പരിഗണിച്ചിട്ട് ഏതൊരു ആട് മാട് ഒട്ടകങ്ങളിൽ ഏതൊന്നിനെ അറുത്താലും മതി എന്ന് പിന്നെ പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റസൂലുള്ള അറക്കാൻ കൽപ്പിച്ചതും ആടാണ്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹ ആടല്ലാത്തതിൻ്റെ അർത്ഥപ്പോൾ അതിനെ എതിർത്തതായ ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ആട് തന്നെയാണ് ഉത്തമം. പക്ഷേ ആടല്ലാത്ത പശുവിനെ അല്ലെങ്കിൽ കാളയെ, എരുമനെ, പോത്തിനെ അറുത്തിട്ടുണ്ടെങ്കിൽ അഖീഖ വീടും. പക്ഷേ ഉത്തമം ആടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.